മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച റിയാലിറ്റി ഷോ തന്നെയാണ് ബിഗ് ബോസ്. മറ്റു ഭാഷകളെ പോലെ തന്നെ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തുള്ള ഷോ 6 സീസണുകൾ പൂർത്തിയാക്കി. ഈ വർഷം ജൂലൈയിലോ ഓഗസ്റ്റിലോ ബിഗ് ബോസിന്റെ 7ാം പതിപ്പ് വരുമെന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സ്ഥിരീകരണവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. സാധാരണഗതിയിൽ ഷോ തുടങ്ങേണ്ട സമയം കഴിഞ്ഞുവെങ്കിലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള പ്രേക്ഷകർ. ഇതിനിടെ ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയ താരങ്ങളെ സംബന്ധിച്ച അബദ്ധങ്ങളെപ്പറ്റി പറഞ്ഞു എത്തിയിരിക്കുകയാണ് സംവിധായകനായ ആലപ്പി അഷറഫ്. നടന്മാരായ ആര്യ, വീണ നായർ, പത്രോസ് തുടങ്ങിയ പലരുടെയും ദാമ്പത്യ ജീവിതം തകർന്നതിന്റെ കാരണം പോലും ബിഗ് ബോസ് ആണെന്ന് പറയുന്നു. പലരും സംഭവിച്ചതെന്നും അതിന് ബിഗ് ബോസ് എന്നിങ്ങനെയാണ് സംവിധായകൻ സൂചിപ്പിക്കുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും രജിത് കുമാറുമൊക്കെ ബിഗ് ബോസിൽ വന്ന് വലിയ തരംഗം സൃഷ്ടിച്ചവരായിരുന്നു. ലക്ഷക്കണക്കിന് ആരാധകരെ ഇവർ സ്വന്തമാക്കി. എന്നാൽ ബിഗ് ബോസ് കൊണ്ട് സകലതും നേടിയതും അത് ജീവിതത്തിൽ വലിയൊരു നേട്ടമാക്കിയതും അഖിൽമാരാറാണെന്ന് അഷറഫ് വ്യക്തമാക്കുന്നു. മലയാളം ബിഗ് ബോസിലെ 5ാം സീസണിലാണ് അഖിൽമാരാർ മത്സരിക്കുന്നത്. ആ ഷോയുടെ തുടക്കം മുതലേ ഒന്നാം മലയിൽ നിന്ന് അഖിൽ വിജയം സ്വന്തമാക്കുന്നത് മാത്രമല്ല, പണം വാരിക്കൂട്ടാനും പ്രശസ്തിയുമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. മാത്രമല്ല, ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ അതിനേക്കാളും രസകരമായ കാര്യമാണെന്ന് അഷറഫ് ഓർത്തെടുക്കുന്നു. ബിഗ് ഹൗസിൽ പോകുന്നതിനെപ്പറ്റി മുൻപ് ചോദിച്ചപ്പോൾ അവിടെ പോകുന്നതിനേക്കാളും നല്ലത് ലുലു മാളിന്റെ മുകളിൽ കയറി തുണി പൊക്കി കാണിക്കുന്നതാണെന്ന് ബിഗ് ബോസിനെ പരിഹരിച്ച ആൾ തന്നെ ബിഗ് ബോസിലേക്ക് പോയി അവിടെ തുണി പൊക്കി കാണിക്കുകയും ചെയ്തു. എന്നാൽ വാചാകസസ് കൊണ്ടും ജനങ്ങളെ കയ്യിലെടുത്തും വോട്ട് നേടിയും കപ്പും കരസ്ഥമാക്കി. ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും ഉയർച്ച നേടാൻ സാധിച്ചത് അഖിൽമാരാറാക്കാണ്. വട്ടപൂജ്യത്തിൽ നിന്ന് കൊട്ടക്കണക്കിന് പണമുണ്ടാക്കാനും അതിലൂടെ പ്രശസ്തി നേടാനും അഖിലിന് സാധിച്ചു. ചെറുപ്പത്തിന്റെ ചുറുചുറുക്കുള്ള ആ ചെറുപ്പക്കാരൻ പറയുന്നത് ജനങ്ങൾക്കൊപ്പം നിന്ന് ശരിയാണെന്നാണ് വേണ്ടി പോരാടുന്നതാമെന്നാണ്. ചില അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ കണക്കുകൂട്ടലും തെറ്റിച്ചുവെങ്കിലും സൂക്ഷിച്ച് ശ്രദ്ധയോടെ മുന്നേറാൻ ഇനിയും ഉയരങ്ങൾ കയറാൻ സാധിക്കും. സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി ചമയാതിരുന്നാൽ മാത്രം മതി. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമൊക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ അസ്വസ്ഥരാകരുത്. അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കും. കുറ്റപ്പെടുത്തലുകൾ നമ്മളെ പ്രാപ്തരാക്കും. എതിർപ്പുകൾ നമ്മളെ ശക്തനാക്കും. അപവാദങ്ങളെ നമ്മളെ ശ്രദ്ധാലുവാക്കുമെന്നാണ് ആലപ്പി അഷറഫ് പറയുന്നു. വളരെ സാധാരണക്കാരനായിരുന്നു അഖിൽമാരാർ. രാഷ്ട്രീയത്തിലും സിനിമയിലുമൊക്കെ പ്രവർത്തിച്ചിരുന്നത്. ഒരു സിനിമ അഖിലിന്റെ സംവിധാനത്തിൽ പിറന്നു. എന്നാൽ ബിഗ് ബോസിൽ മത്സരിച്ചതിന് ശേഷം സാമ്പത്തികമായി വലിയ നേട്ടമാണ് അഖിലിനുണ്ടായത്. ആഡംബര വാഹനങ്ങളും ഫ്ളാറ്റുകളുമൊക്കെ അഖിൽ സ്വന്തമാക്കി. ഇതിന്റെ താരത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി നിരവധി ചോദ്യങ്ങളും വന്നിരുന്നു. ഇതോടെ വിമർശകർക്കുള്ള മറുപടിയുമായി താരം തന്നെ രംഗത്ത് വരികയും ചെയ്തു. GST ഉൾപ്പെടെയുള്ള അടച്ചിട്ടാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നും ഓരോ പരിപാടിക്ക് തനിക്ക് ലഭിക്കുന്ന തുക എത്രയാണെന്നും അഖിൽ വെളിപ്പെടുത്തി. മാത്രമല്ല, ആഡംബര വാഹനങ്ങൾ വാങ്ങുമ്പോൾ എത്ര തുകയായെന്നും അതിനൊക്കെ നികുതി അടച്ചതിനെ പറ്റിയും താരം വ്യക്തമാക്കുകയും ചെയ്തു.